ഗായ്സ്, എല്ലാവർക്കും എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാൻ നാട്ടിലാണിപ്പോൾ ഉള്ളത്. ഈ വീഡിയോ എടുത്തു വച്ചിട്ട് 3 മാസമായതാണ്. ഞങ്ങൾ കാനഡയിലുള്ള സമയത്ത് അത് കഴിഞ്ഞ് ഒരു സംഭവബഹുലമായ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയതല്ല, ആക്ച്വലി അപ്രോപ്രിയേറ്റ് ഒരു ടൈം കണ്ടുപിടിച്ച് തള്ളിപ്പോയി. ഇനി അങ്ങനെ ഒരു ടൈം വരില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. സോ ഇതിന് ഇനിയും ഒരു ഇൻട്രോ ഉണ്ട് എന്ന് ഞാൻ ഒന്ന് പറയുന്നു. ഐ പ്രോമിസ് യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദിസ് വീഡിയോ. സോ എല്ലാവരും നേരെ വീഡിയോയിലേക്ക് പോയി ജമ്പ് മാറുക. ഹായ് ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഒരു മാസത്തിനുള്ള നാട്ടിലെത്തുന്നതായിരിക്കും. ആ വരവിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ എനിക്ക് വലിയതായിട്ട് ലഗേജ് ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ അവക്കടെ കയ്യിൽ കുറച്ച് എൻ്റെ ലഗേജസ് കൊടുത്തൊക്കെ വിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഒരു വ്ലോഗാണ് ഇത്. ഒരുപാട് എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് വന്നത്. ബിക്കോസ് നമുക്ക് ഒരു സംഭവബഹുലമായിട്ടുള്ള കുറച്ച് മാസങ്ങൾ നാട്ടിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വെൽ പ്ലാൻഡ് എന്ന് പറയാനേ പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ വരുന്നത്. ഒരു സഡൻ ഡിസിഷൻ ആയിരുന്നു. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഈസ് ഗെറ്റിംഗ് മാരീഡ്. സോ എന്താ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാനൊരു കല്യാണം കൂടാനായിട്ട് പോകാനുണ്ടാവില്ല. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും പിള്ളേര് വരെ ആയി തുടങ്ങി. അപ്പൊ ഇനി എനിക്കൊരു കല്യാണം കൂടാനുണ്ടാവില്ല. സോ എന്തായാലും ഈ കല്യാണം എനിക്ക് കൂട്ടണം ഞാൻ തീരുമാനിച്ചു. പിന്നെ ഞാൻ വരുന്നത് കൊണ്ട് അവർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയാ ആനന്ദം ഉണ്ടല്ലോ, ആ ആനന്ദ തുന്തിലതയിൽ ഞാൻ തീരുമാനിച്ചു ഐ ആം കമ്മിങ്. Yeah, it was a very sudden decision to come to India, but I'm glad I took that decision because I'm going to be experiencing some wonderful things in India and I'm really looking forward to have that time. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാം. എന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിട്ടെന്ന് എനിക്ക് ഒരു ഐഡിയ വിവരവും ബോധവും ഇല്ല. പിന്നെ നമ്മളങ്ങ് പോണ വഴിക്ക് ഇനിയിപ്പോ എനിക്കാണെങ്കിൽ ഒന്നാമത് എന്റെ ഇതില് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ലഗേജസ് ഇടാൻ ഞാൻ വിട്ടുപോയി. ബിക്കോസ് 2 കാരണമുണ്ട് അതിന് മെയിൻ ആയിട്ട്. ഒന്ന്, ഞാൻ നാട്ടിലേട്ടല്ലേ വന്നെ, എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ലഗേജ് വേണ്ടത്, ഇവിടുന്ന് അങ്ങോട്ടല്ല എന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് ചെയ്തത്. ബട്ട് ഇപ്പോഴത്തെ ഒരു ഇതില് എനിക്ക് തോന്നുന്നു ഞാൻ അതൊരു മണ്ടത്തരാണോ കാണിച്ചതെന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, വാട്ട് എവർ ഹാപ്പൻസ് ഇസ് ഹാപ്പൻഡ്. സോ ലെറ്റ്സ് ജസ്റ്റ് deal with it. Costco lette guys, Costco. Yeah, we arrived at Costco. You arrive at your destination. Actually we arrived at our destination. നമ്മുടെ ആസ്ഥാന സ്ഥലമാണ് കോസ്കോ. എന്ത് സംഭവിച്ചാലും നമ്മൾ കോസ്കോയിലേക്കാണ്. ഹായ് കാട്ടിക്കുട്ട, കാട്ടുകോഴി പോലെ പോണുണ്ടോ? ഇവർക്ക് വല്ല വെളിവുണ്ടോ? എന്താണ് ഇവിടുത്തെ ലക്ഷ്യം എനിക്കറിയാൻ പാടി. ഞാനും ആലോചിക്കുന്നത് എന്തിനാടി $1000? ആക്രാന്തം പിടിക്കണ്ട, അവര് കാശ് കൊടുത്ത തരും. പേടിക്കണ്ട, കാശ് കൊടുക്കാൻ പറ്റില്ലേ? ഫ്രീ ആയിട്ട് തരാൻ അവരുടെ അടിമമ്മി. ഏതാടി ക്രോസോ? എനിക്കത് മേടിച്ചു തരുമോ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എനിക്കിത് മേടിച്ചു തരുമോ? എന്താ ദൈവം, ഇവർക്ക് എത്തിച്ച പ്രശ്നമാണ്. തന്നെ ഞങ്ങളൊരു കിൻഡിൽ സാധനം വാങ്ങിച്ചു. അതായത് ഫ്രണ്ടിലത്തെ ലെയറിലേക്ക് വന്നേ ഉള്ളൂ. അപ്പൊ തന്നെ എല്ലാവരും കൂടെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ തന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. യോ ഗേൾസ്, അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് യൂറോപ്പ് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടുള്ള സമ്മറിലല്ലേ ഒരു ഗേൾസ് ട്രിപ്പ്, അതായത് ട്രോമ ഉള്ള ഗേൾസിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഹാപ്പിയായിട്ടുള്ള ഗേൾസിനാണ്. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?
ഇതാണ് കോസ്കോയുടെ കുപ്പി ശേഖരണം ഗൈസ്. നിങ്ങൾക്ക് വെറൈറ്റി കുപ്പീസ് കാണാം. ഇത് ആൽബർട്ട പ്രീമിയം. ഞാൻ മര്യാദക്ക് ഡീറ്റെയിൽ കൊണ്ടിരിക്കുക, നീ ഒന്ന് ചിരിച്ചത് കൊണ്ടിരിക്കുക. വാട് കടലും പോയി നിൽക്കുക. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. ഗൈസ്, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ഞങ്ങളിങ്ങനെ മൊത്തത്തിലൊരു $500 പൊട്ടിച്ച് നിൽക്കുന്ന ആ ഒരു നിപ്പാണ് ഈ കാണുന്നത്. ഇവൾ മാത്രം 250, ഞങ്ങൾ രണ്ടുപേരും 150 വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ എക്സ്ട്രാ കുപ്പികൾ. ഓ മൈ ഗാഡ്, കമ്മിങ് ടു ഇന്ത്യ ഈസ് വെരി എക്സ്പെൻസീവ്. 1 മാസം കഴിയുമ്പോൾ കല്യാണം കഴിക്കാൻ പോകണോളാണേ. നശിപ്പിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന സഹായത്തൊക്കെ ചെയ്യ് ഇപ്പൊ തന്നെ ചെയ്യേ. 2, 3 സ്റ്റാർട്ട്. എടി തേടി നീല കളറുള്ള ജിന്ന് കൊള്ളാട്ടോ. എടി തേടി നോക്കടി, നീല കളറാടി. കൊള്ളാലേ, നല്ല രസമുണ്ടത് കാണാൻ. നല്ല സാധനമാണ്. 1908. കൊള്ളാം. ഇതിനൊരു ഉജാലയുടെ കളറല്ലേ? എല്ലാരും നാട്ടിലുള്ളവരൊക്കെ കുടിച്ചു പോയിരിക്കും ഇവിടുത്തെ കുപ്പി മേടിച്ചോണ്ട് പോകും. ഒന്ന് ആലോചിക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അച്ഛൻ ഇതാ വാങ്ങിച്ചിട്ട് കൊടുത്ത്. ഞാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അച്ഛന് വാങ്ങിച്ചോണ്ട് ഇവിടുന്ന് പോയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുപ്പിയല്ല, പക്ഷെ പെട്ടിയില്ലാത്തതുകൊണ്ട് കുപ്പി എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ വിചാരിക്കണം അബുദാബിയിൽ നിന്ന് വാങ്ങണം. ബുമ്പ് നോക്കട്ടെ, ബുമ്പ് ഇതെടുത്താലോ? മറ്റേ ജിന്ന് മാറ്റിയിട്ട് നല്ല രസമുണ്ട്. സ്റ്റൈലും കുപ്പി പോയണ്ടല്ലോ. മനസ്സിലാവുന്നില്ല, ഇത് നമ്മൾ അടിച്ചിട്ടില്ല ഗൈസ്. നിങ്ങൾ അടിച്ചിട്ടില്ല, ഞാൻ ഡ്രിങ്ക്സ് അടിക്കാറില്ല. അപ്പൊ മണ്ണിന്റെ അടി കുഴിച്ചിട്ടതായിരിക്കും. അതിന്റെ ഇയർ നോക്കിയേ, സിൻസ് 1525. ഇത് ഇറ്റലി എന്നുള്ളതാണ് ഗൈസ്. ഇതെന്നാ സാധനം? വോഡ്ക. അത് ഇതാ, വിത്ത് ഫ്രൂട്ട് ജ്യൂസ്, റമ്മ, വോഡ്ക. അതായത് ക്രിസ്മസിന് അടിക്കണ സാധനമാണെന്നാണ് അതിന്റെ അർത്ഥം. എന്താ നോക്കും, ഒരുത്തി എടുക്കുന്നു, അടുത്തോളം എടുക്കുന്നു. നല്ല രസം ഉണ്ടാക്കും കുപ്പി കാണാൻ. എനിക്കും എടുക്കാൻ തോന്നുന്നു, പക്ഷെ എന്റെ കയ്യിൽ പെട്ടിയില്ല. ചോദിച്ചോക്കാം. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. ഓ എടി, ഇത് മറ്റേ പൂവിട്ട് മാറ്റിയതാടി. എടി, നമ്മളെ ചായ ഉണ്ടാക്കണ ഒരു പൂവില്ലേ, നീല കളറ്, ആ സാധനാ. ശംഖുപുഷ്പം. അതിന്റെ അതിന്റെ പടം. കുപ്പികളെല്ലാം നിരനിരയായി വാങ്ങി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതാ മഴ മുറ്റത്ത്. എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഒരുത്തിനെ നമ്മൾ നടത്തി വിട്ടിട്ടുണ്ട്. എടി, അങ്ങനെയാണെങ്കിൽ ഞാനും പോയി വണ്ടി എടുത്തുകൊണ്ട് വരട്ടെ. ഓക്കെ ഡി, അങ്ങനെയാണെങ്കിൽ ഞാനും പോയി വണ്ടി എടുത്തുകൊണ്ട്. ഓക്കെ ഡി. ഏത് പാതിരാത്രി ആണെങ്കിലും, അല്ല പാതിരാത്രി അല്ല, 8:30 വരെ ഏത് നേരത്താണെങ്കിലും ഇവിടെ ഈ തിരക്കായിരിക്കും. ഓ മൈ ഗാഡ്, വാട്ടർ സ്പ്ലാഷിങ് ആണ് നീ ഗൈസ്. വെള്ളം എൻ്റെ മേത്തേക്ക് വീടും. ഇഷ്ടമല്ലത്. മഴ പെയ്യണ, മഴ തുള്ളി ചാടണ്. മഴ അത്യാവശ്യം നൈസായിട്ട് പെയ്യണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ കിടപ്പില്ലാവും. അപ്പോൾ പിന്നെ എൻ്റെ ആ ഒരു വിഷമം അങ്ങോട്ട് മാറും. സന്തോഷമാവും എനിക്ക്. ഓടിക്കിറങ്ങി നടക്കുന്നുണ്ട്. മഴയത്ത് പെട്ടെന്ന് സാധനം എടുത്തിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ പിടിച്ചു. ദാറ്റ്സ് ഹിയർ ഇൻ ലഡൂക്സ് പ്രീമിയം ഔട്ട്ലെറ്റ്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യമാണ് ഇതിന് മുന്നേ വന്നിട്ടുള്ളത്. അന്ന് കാർത്ത് പോണതിന് തൊട്ട് മുന്നെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് വന്നത്. എന്തെങ്കിലും നൈസ് സാധനം വാങ്ങിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഒത്തിരി ലഗേജ് ഇല്ല, ആയിട്ട് ഇപ്പോൾ 1000 ടൈംസ് ഓൾറെഡി. അതുകൊണ്ട് പറ്റുന്നത്രയും മിനിമൽ സാധനങ്ങൾ കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കാൻ പോണത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ദാറ്റ് ഹാപ്പൻസ്. എന്തായാലും നമുക്ക് എന്തെങ്കിലും
അടിപൊളി ഓഫറുണ്ടോ എന്ന് നോക്കി നോക്കാം അവിടെ എവിടെയാണ്. ആ മാഡംസ് ഗസിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി. ഓ ഗസിന് നല്ല ഷൈനി ബാഗ്സ് ഉണ്ടല്ലോ. ഗാഷ് ലൂക്സ് ഗോർജിയസ്. തിളങ്ങണോ തിളങ്ങണോ? പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. അതിനൊരു ഓഫറുണ്ടോ? എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് ആലിസ് നമ്മളെ ജോയിൻ ചെയ്തത്. അവൾ വന്നപ്പോൾ എന്തോ പറ്റിയിട്ടോ. പിന്നെ അങ്ങോട്ട് സംഭവിച്ചതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ ഓർത്തേ ഇല്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് തിരിഞ്ഞിടന്ന് കണ്ട കടകളെല്ലാം കയറി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു 8-8:15 പ്രീമിയം ഔട്ട്ലെറ്റ് വിട്ടായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പം ശരി, ടാറ്റ ബൈ ബൈ.